അച്ഛ, അമ്മ എന്നോട് ഒന്നും പറഞ്ഞില്ല അച്ഛ. സഞ്ജു വിളിച്ച എന്നോട് വിവരം പറഞ്ഞത്. സമരം ഇത്ര വേഗം തീരുമെന്ന് ആരെങ്കിലും കരുതിയതാണ്. നഷ്ടപരിഹാരം എത്രയാണെങ്കിലും കൊടുക്കാം. നമ്മളെ ചതിക്കുന്നവരുമായി ഒരു കോംപ്രമൈസും പാടില്ല. മാധവൻ ഒരു കാലത്തും കള്ളം പറയില്ല. സത്യം എന്താണെന്ന് തെളിയാൻ അമ്മു വേണ്ടി വന്നു. നല്ല സമയത്താച്ച അവൾ അങ്ങോട്ട് പോയത്. വേറെ ആരാണെങ്കിലും അവരുടെ സംസാരം കേട്ട് നിൽക്കത്തേ ഉള്ളൂ. കേട്ട കാര്യം പറഞ്ഞാ മതിയോ? തെളിവ് വേണ്ടി. അത് അമ്മോനറിയാം. അതല്ലേ അവളെല്ലാം മൊബൈലിൽ പിടിച്ചത്. മെഡിസിൻ കഴിച്ചോ? കഴിച്ചു. എനിക്കിപ്പോ ബുദ്ധിമുട്ടൊന്നുമില്ല. മുത്തച്ഛ, വിവരങ്ങൾ അറിഞ്ഞില്ലേ? സമരം തീർന്നു. ആ പ്രശ്നം നമ്മൾ പരിഹരിച്ചു. അമ്മ പരിഹരിച്ചെന്ന് പറയാൻ എന്താ ഇത്ര മടി? അയ്യോ, സമ്മതിച്ചേ. അമ്മ എവിടെ? അമ്മോ? അല്ല, ഞാൻ പറഞ്ഞത് നീ വാങ്ങിയോ? അത് ഞാനും സ്വാതി രാവിലെ തന്നെ വാങ്ങി. അത് സ്വാതി ഏൽപ്പിച്ചിട്ടാ മനുവിന്റെ കൂടെ ഞാൻ സൈഡിലേക്ക് പോയത്. എന്താ മോളെ? അതൊരു സസ്പെൻസാ. അമ്മ വരട്ടെ. ഇങ്ങ് വന്നേ. എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ. ഇളയമ കാര്യം അറിഞ്ഞില്ലേ? ഇവിടുന്ന് ഒരാള് വർക്ക് സൈറ്റിൽ പോയി പാവം തൊഴിലാളികളുടെ സമരം പൊളിച്ചു. സമരം തീർന്നോ? നമ്മളെ ചതിക്കാനാ ചിലരൊക്കെ ശ്രമിച്ചത്. അമ്മ അവിടെ പോയതുകൊണ്ട് അത് ഒഴിവായി കിട്ടി. അയ്യോ, ഞാനെന്ത് ചെയ്തിട്ടാ? ഞാൻ ആ വീഡിയോ കണ്ടു. സ്മാർട്ട് ഫോൺ നിന്നെ പഠിപ്പിച്ചത് ഞാനാ. എങ്ങനെ നിനക്ക് ഒളിച്ചു നിന്ന് ഇത്ര ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു? മത്സരിച്ച് പെണ്ണിനെ അങ്ങ് മാനം തൊടിയിക്ക. അവരവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിയതാ. എന്തായാലും വലിയൊരു കാര്യമാണ് മോളെ നീ ചെയ്തത്. മാധവൻ കുറ്റക്കാരനായതിന്റെ വിഷമമായിരുന്നു എനിക്ക്. ജീവൻ പോയാലും മാധവൻ നമ്മളെ ചതിക്കില്ല. നീ ഇത് അമ്മുവിന് കൊടുക്കുമോളെ. ആഹാ, അമ്മുന് സമ്മാനം കിട്ടിയല്ലോ. ഇത് സമ്മാനമൊന്നുമല്ല. രാവിലെ ഞാൻ സഞ്ജുവിനോട് പറഞ്ഞതാ. അമ്മുന്റെ ഒരു കമ്മൽ ഒടിഞ്ഞുപോയി. പുതിയതൊന്നും വേണ്ട, ഞാനിത് നന്നാക്കിയിട്ടോളാം. ദേ, മിണ്ടാതെ നിന്നോണം. അയ്യോ, ഇവിടെ വെച്ചതൊന്നും വേണ്ട. ഞാൻ നിന്നെ സാരി ചുറ്റിക്കൊന്നും അല്ല, കാതില് 2 കമ്മലിട്ട് തരുവാ. വാടി ഇങ്ങോട്ട്. ചെല്ലമ്മു. നാണമില്ലാത്ത കൂട്ടങ്ങൾ. ഇപ്പൊ എന്റെ അനിയത്തെ എങ്ങനെയുണ്ട്? സുന്ദരിക്കുട്ടി ആയില്ലേ? പൊന്നും കൂടെ തന്നെ പൊട്ട്. അവൾ ഈ കളിയാക്കലൊന്നും ശീലിച്ചിട്ടില്ലേ? മുത്തച്ഛ, നമ്മുടെ കമ്പനിക്ക് 50 വയസ്സാവാൻ പോകുന്നുള്ള കാര്യം മറന്നോ? മുത്തശ്ശനത് മറക്കാൻ പറ്റുമോ മോനെ? അടിക്കടി ഓരോ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല.
നമുക്കത് ഭംഗിയായി ആഘോഷിക്കണം മോനെ. ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴാ മനസ്സൊന്ന് റിലാക്സ് ആയത്. പിന്നെ സമയം അതിന് അനുകൂലമായി. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. 50 വർഷം നിസ്സാരായ ഒരു കാര്യമല്ല. അത് വിപുലമായി തന്നെ നടത്തണം. നിന്റെ അച്ഛന്റെ അനുഗ്രഹം ഉണ്ടാവും. അച്ഛന്റെ ആത്മാവ് അത് കാണുക തന്നെ ചെയ്യും. അല്ല, മൊബൈലിലൊരു വീഡിയോ എടുത്തതാണോ വലിയ വലിയ കാര്യമായിട്ട് പറയുന്നത്? കേൾക്കുമ്പോ കവിതയ്ക്ക് അത് നിസ്സാര കാര്യമായിട്ട് തോന്നും. സാഹചര്യത്തിന് തുയരുന്നതിലാണ് കാര്യം. നീ ഇപ്പോഴും കരുതുന്നത് പോലെ അവളൊരു അടുക്കളക്കാരി പെണ്ണ് മാത്രമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യൂ? അവക്ക് ഈ പ്രശ്നത്തെക്കുറിച്ച് എന്തറിയാം? കമ്പനിയിൽ നടക്കുന്ന സമരത്തെക്കുറിച്ച് എന്തറിവാ അവക്കുള്ളത്? മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ പോയവള് അപരിചിതരായ 2 പേരുടെ സംസാരം ഷൂട്ട് ചെയ്തത് എന്തിന്? അവരാരാണെന്ന് അവൾക്കെങ്ങനെ അറിയാം? എന്റെ ചോദ്യങ്ങൾക്ക് നീ മറുപടി പറ കവിതേ. ഈ വീട്ടിൽ മാത്രമല്ല, കമ്പനിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അവള് മനസ്സിലാക്കുന്നുണ്ടെന്നല്ലേ അതിനർത്ഥം? അമ്മ ഒരു വീഡിയോ പിടിച്ച് കാണിച്ചു എന്നതിലല്ല, നീയും സഞ്ജു ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു പ്രശ്നം അവള് കൈകാര്യം ചെയ്തു, അതിൽ ഫലം കണ്ടു എന്നതിനാ കാര്യം. അതിനവൾക്ക് പാരിതോഷികവും കിട്ടി. തൊഴിലാളികൾ ഒന്നടങ്കം ഇപ്പൊ കമ്പനിയുടെ ഭാഗത്തായി. അമ്മ മടങ്ങി വന്നതോടെ ഈ വീട്ടിലെ ഐശ്വര്യം തിരിച്ചു വന്നെന്ന് പറയുന്നവർക്ക് അവളെ വാഴ്ത്തിപ്പാടാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? അമ്മു അവളുടെ വരവ് ഭംഗിയായിട്ട് ആഘോഷിച്ചു. ഇതൊക്കെ ചെയ്തിട്ട് അവൾ എന്ത് നേടാന്? കവിതേ, നീ ഇപ്പോഴും ഒരുപാട് ദൂരം പിന്നിലാ ഓടുന്നത്. അമ്മു ഇവിടെ അടുക്കളക്കാരിയായിട്ട് കഴിഞ്ഞുകൂടാനല്ല ഇനി പോകുന്നത്. വല്യേച്ചി എന്താ പറഞ്ഞു വരുന്നത്? അവള് ചന്ദ്രകാന്തത്തിൽ നിൽക്കുമ്പോ തന്നെ ശ്രീകുട്ടിയോടും പ്രഭയോടും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഒരു ജോലിയെ. ഒരിക്കൽ അവൾ ഐസ്ക്രീം പാർലറിൽ സഞ്ജുവിനെ കാണാൻ പോയത് ശ്രീകുട്ടി അറിയാതെ അവക്കൊരു ജോലി വാങ്ങിക്കൊടുക്കണമെന്നുള്ള അപേക്ഷയായിട്ടാ. അമ്മുവേ വെറുതെ മൂന്നാറിലേക്ക് പോയതല്ലേ. അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടുമെന്നുള്ള ഉറപ്പില്ല അവള് പോയത്. സഞ്ജുവിന്റെ കൂടെ അവള് വരാൻ തയ്യാറായില്ല. സഞ്ജു അവൾക്കൊരു ജോലി ഓഫർ ചെയ്തിട്ടാ അവളെ കൂട്ടിക്കൊണ്ട് വന്നതെങ്കിലും. എവിടെ? എന്ത് ജോലി? സ്വന്തമായി ബിസിനസ് സ്ഥാപനമുള്ള ഒരു കുടുംബത്തിന് ഒരു ജോലി കൊടുക്കാനാണോ പ്രയാസം? കവിതേ, നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഈ പ്രശ്നം സോൾവ് ചെയ്തേന് ഓഫീസിൽ തന്നെ സഞ്ജു അമ്മൂന് എന്തെങ്കിലും നല്ലൊരു ജോലി കൊടുക്കും. അവിടെ പിടിച്ചു കയറാൻ അവക്കത് മതി. മംഗലശ്ശേരിയിൽ താമസം, ഉദ്യോഗം ഓഫീസിലും. എവിടെ നിന്നോ ഒഴുകി വന്ന ഒരു പെണ്ണ് അടുക്കള കടന്ന് ബിസിനസ് ഗ്രൂപ്പിന്റെ മുൻനിരയിലെത്താൻ പോകുന്നു. അതാ കാഞ്ചന ഇപ്പൊ പ്രവചിക്കുന്നത്. ഇപ്പൊ തന്നെ ശ്രീകുട്ടിക്ക് മുകളിലാ അമ്മൂന് ഈ വീട്ടിലുള്ള സ്ഥാനം. വല്യേച്ചിയുടെ പ്രവചനം സത്യമാവുമെങ്കിൽ വല്യേച്ചി ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ. അമ്മൂന് ഓഫീസിൽ എന്തെങ്കിലും ജോലി കൊടുത്താൽ പിന്നെ വല്യേച്ചി മോൾക്ക് വേണ്ടി വേറെ പയ്യന്മാരെ അന്വേഷിക്കേണ്ട അവസ്ഥയുണ്ടാവും. അവൾക്ക് മുന്നിൽ ഇനി മയങ്ങി വീഴാൻ ഈ വീട്ടിൽ സഞ്ജു മാത്രമേ ഉള്ളൂ. കവിതേ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പാകപ്പിഴയുള്ളതായി വല്യേച്ചിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ മുഖത്തടിച്ചോ. അവൾ ഓഫീസിലെത്തിയാൽ സഞ്ജുവിന് എന്തിനും ഏതിനും അമ്മു വേണമെന്നാവും. അവൾ ശ്രീകുട്ടിയെ ചേച്ചിന്ന് വിളിച്ചു തന്നെ ചതിക്കും. പിന്നെ സഞ്ജുവിന്റെ കാര്യത്തിൽ വല്യേച്ചിക്ക് വലിയ വിശ്വാസമൊന്നും വേണ്ട.
അവൻ മുകുന്ദേട്ടന്റെ മോനാണെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞതാ. എനിക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് വല്യേച്ചിക്ക. ആ പെണ്ണിനെ കാണുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ തികട്ടി വരുന്ന ചിത്രം 27 വർഷങ്ങൾക്ക് മുൻപ് മുകുന്ദേട്ടന്റെ നിഴലായി ഈ വീട്ടിലേക്ക് കടക്കാൻ കാത്തുനിന്ന ശ്രീദേവിയുടെ മുഖം. നിർത്തടി. ഞാൻ അമ്മൂനെ തേടി ഗൗതമിന്റെ കൂടെ മൂന്നാറിൽ പോയ വിവരം ഇതുവരെ അവൾ കാവേരിയോട് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ അവൾ എല്ലാവരിൽ നിന്നും ആ സംഭവം ഒളിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അമ്മൂനെ എല്ലാവരും വാഴ്ത്തിപ്പാട് കാണലോടി. അവളെ വാഴ്ത്തിപ്പാടിയാൽ എന്താ? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും കൺസ്ട്രക്ഷൻ സൈറ്റിലെ തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഇടയ്ക്കെന്താ ഒരു ആലോചന? നല്ലതൊന്നും ആലോചിക്കില്ലെന്നറിയാം. അമ്മുനെ ഇവിടുന്ന് വീണ്ടും എങ്ങനെ ഓടിച്ചു വിടാന്നാവും അല്ലേ? ഇവിടെ നിന്ന് സുമേധ പോയതാ പെണ്ണ്. അമ്മു ഇല്ലാതെ ഈ വീട്ടുകാർക്ക് ജീവിക്കാൻ പറ്റുന്നുള്ള അവസ്ഥയായി. അവള് തിരിച്ചു വന്ന അവളുടെ ഭവിഷ്യത്ത് സഞ്ജുവിന് അറിയാമായിരുന്നു. എന്ത് ചെയ്യാം? എല്ലാവരും അവനെ കൊണ്ടത് ചെയ്യിച്ചു. നിങ്ങൾ എന്തിനാ അവളെ പേടിക്കുന്നേ? നിങ്ങൾ ചെയ്ത ക്രൂരതകളൊന്നും എന്നെ ഓർത്ത് അമ്മു ആരോടും പറയില്ല. ഇനി നീ അവളോടൊന്ന് പറഞ്ഞു നോക്കാൻ പറ. അവള് വാ തുറക്കില്ല. അതിനുള്ള മരുന്നേ എന്റെ കയ്യിലുണ്ട്. അവളെ തലയിലേറ്റി നടക്കുന്നവർക്ക് അവളെ പറ്റി ഒന്നും അറിയില്ലടി. അതറിഞ്ഞാലേ ഈ വീട്ടില് ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. അത്രയ്ക്ക് വേണോ? അവളുടെ കഴുത്തിലൊരു താലിയുണ്ടല്ലോ, അത് കെട്ടിയത് ആരാണെന്നറിയാൻ ഇവിടെ ഉള്ളവര് പലവട്ടം ശ്രമിച്ചല്ലോ. എന്താ അവളത് പറയാത്തത്? സച്ചിയെ പോലൊരു പയ്യനെ വേണ്ടെന്ന് വയ്ക്കാനുള്ള കാരണം നിങ്ങൾക്കറിയോ? എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ദിനേശിന്റെ നെഞ്ചിനുള്ളിൽ ഇരിപ്പുണ്ട്. പിന്നെന്താ നിങ്ങളത് പറയാത്തത്? ഭാര്യയായ എന്നോട് പോലും പറയാൻ മടിക്കുന്ന എന്തിനാ? പേടി അതല്ലേ? അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ നിങ്ങളെ തട്ടിക്കളയൊന്നും മയന്നിട്ടല്ലേ? അവനെ ഞാനെന്തിനു പേടിക്കണം? ഞാനിത് മനസ്സിൽ സൂക്ഷിക്കുന്നതേ ഈ കുടുംബത്തിന്റെ ഭദ്രത ഓർത്താ. അമ്മുന്റെ താലികെട്ടും ഈ കുടുംബത്തിന്റെ ഭദ്രതയും തമ്മിൽ എന്താ ബന്ധം? അവള് ദൂരെ ഗ്രാമത്തിൽ നിന്ന് വന്നൊരു പെൺകുട്ടി. ശ്രീകുട്ടി അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്താ ദിനേശന് ഉത്തരം മുട്ടിയോ? ഇപ്പൊ എനിക്കൊരു കാര്യത്തിൽ വിശ്വാസമായി. എന്ത് കാര്യം? സഞ്ജുവിന്റെ പേര് ദിനേശേട്ടൻ ജീവന് ഭയന്ന് പുറത്ത് പറയില്ലാന്ന്. നീ എന്താ പറഞ്ഞത്? ദിനേശേട്ടൻ ഉള്ളിക്കൊണ്ട് നടക്കുന്ന ബോംബ് അതല്ലേ? നിനക്കതെങ്ങനെ അറിയാം? അവൾ നിന്നോട് പറഞ്ഞോ? അമ്മുന്റെ ബാഗിൽ നിന്ന് എനിക്കൊരു വിവാഹ ഫോട്ടോ കിട്ടി. എനിക്ക് ഈ വിവരം അറിയാവുന്ന കാര്യം സഞ്ജുവിനും അറിയാം. അതറിഞ്ഞിട്ടും നിനക്കെങ്ങനെയാ അവളോട് സ്നേഹം കാട്ടാൻ തോന്നുന്നത്? അമ്മുന്റെ മനസ്സറിഞ്ഞതുകൊണ്ട്. സഞ്ജുവിന്റെ കൂടെ ജീവിക്കാനുള്ള മോഹം അവൾക്കില്ല. ഈ വീട്ടിൽ നിന്ന് ഒന്നും അവൾ ആഗ്രഹിക്കുന്നുമില്ല. അതൊക്കെ നിന്റെ തോന്നല. ഈ വിവരം ശ്രീകുട്ടിയും ഇവിടെ ഉള്ളവർ അറിഞ്ഞ നിന്റെ പ്രതികരണം ആയിരിക്കില്ല അവരുടേത്. നീ ഒരു പൊട്ടിയായതുകൊണ്ട് അത് മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കുന്നു. ദിനേശേട്ടൻ ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ദിനേശൻ കൊണ്ടു നടക്കുന്നതേ ഒരു നനഞ്ഞ ബോംബാണെന്നുള്ള സത്യം. ശ്രീകുട്ടി അറിഞ്ഞാലേ അവള് ചെയ്യാൻ പോകുന്നത്
അമ്മുവിനെ സഞ്ജുവിന്റെ ഭാര്യയായി പ്രഖ്യാപിക്കലാവും. നിങ്ങൾ കരുതും പോലെ ഈ ജന്മം ശ്രീകുട്ടി അമ്മുവിനെ വെറുക്കില്ല. അതാ അവര് തമ്മിലുള്ള ആത്മബന്ധം. അമ്മുനെ വേണ്ടെന്ന് വെക്കാൻ ശ്രീദേവി എടുത്തിയോ അച്ഛനോ തയ്യാറാവോ? ശ്രീകുട്ടിയേക്കാൾ ശ്രീദേവി എടുത്തി സ്നേഹിക്കുന്നത് ആരാണെന്നറിയോ? അമ്മുനെയാ. കാമുകിയും താലി കെട്ടിയ പെണ്ണും തമ്മിലുള്ള അന്തരം അറിയാത്തവനാണോ നിങ്ങള്? കലിത്തുള്ളി ഇറങ്ങി പോകുന്നത് വല്യേച്ചി മാത്രമായിരിക്കും. കവിതേച്ചിക്ക് രോഷം അടക്കി പിടിച്ചു നിൽക്കാനേ പറ്റും. അല്ലെങ്കിലേ കവിതേച്ചി ഇവിടുന്ന് ഇറങ്ങിപ്പോണം. അതിവിടെ ആരെയും ബാധിക്കാൻ പോകുന്നില്ല. ആരോടെങ്കിലും ജയിക്കാൻ നിങ്ങളുടെ നാവിന്ന് ഈ സത്യം അറിയാതെ പുറത്തു പോയാൽ സംഭവിക്കാൻ പോകുന്നതേ അമ്മൂനെ എല്ലാവരും അംഗീകരിച്ച് ഈ വീടിന്റെ മരുമകളായിട്ട് വാഴിക്കലാവും. അത് സഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏത് വഴിക്ക് ഈ സത്യം പുറത്തു പോയാലും സഞ്ജു നിങ്ങളെ വെറുതെ വിടില്ല. ശ്രീകുട്ടിക്ക് വേണ്ടി മരിക്കാനും തയ്യാറാവൻ. അവളാ അവന്റെ കൈ ഒഴിയാൻ പോകുന്നത്. പിന്നെ സഞ്ജുവിന്റെ മുഖം ഇപ്പൊ കാണുന്നതായിരിക്കില്ല. എനിക്ക് താലി അഴിച്ച് വെക്കേണ്ടി വരും. ഇതിന്റെ കഴുത്തിൽ വീണ കുരുക്കാണല്ലോ ദൈവമേ. അമ്മു ഇനി ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ഭീഷണി തന്നെയാണ്. അവള് ജീവിച്ചിരിക്കാൻ പാടില്ല. ഇനി പിഴച്ചു പോകാതെ ഒരു വഴി കണ്ടെത്തണം. സൈറ്റ് മാനേജർ മാധവനോട് മാപ്പ് പറയിപ്പിക്കാമെന്ന അവന്റെ മോഹം. അത് നടക്കാൻ പോകുന്നില്ല. ഇനി അത് ഉണ്ടാവില്ല. സഞ്ജു 50th ആനിവേഴ്സറിയുടെ പിന്നാലെയാ. സത്യത്തിൽ അത് ആഘോഷിക്കേണ്ടത് നമ്മളായിരുന്നു. എനിക്ക് സഹിക്കാൻ കഴിയാത്തത് ആ പെണ്ണിന്റെ കാര്യം ഓർത്താ. അവള് കാണിച്ച ചീപ്പ് സാമർഥ്യത്തിന് മുന്നിൽ ഇത്ര കാലം കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എനിക്കൊരു വിലയില്ലാതായി. ഞാനും അത് ആലോചിക്കുകയായിരുന്നു. ഒരു സാധാ പെണ്ണ് എത്ര പെട്ടെന്നാ നമ്മൾക്ക് പ്രതിയോഗിയായി മാറിയത്. ഒരു തരത്തിലും അവളെ നശിപ്പിക്കാനും കഴിയുന്നില്ല. നീ കരുതുന്നത് പോലെ അവള് കമ്പനി വന്നിട്ട് എന്ത് ചെയ്യാനാ? സത്യം പറഞ്ഞ അവളുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ അതാ സുവർണാവസരം. നിന്റെ വെല്ലേച്ചി പറയുന്നത് കേട്ട് സഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് അമ്മുവിനെ ഓഫീസിൽ എത്തിക്കാൻ ഒരു നീക്കം ഉണ്ടായാൽ നീ എതിർക്കരുത്. ഗൗതം അത് സ്വാഗതം ചെയ്യാണോ? അതെ, അവൾ പുറത്തേക്ക് വരണം. സഞ്ജുവിന്റെയും കാഞ്ചനയുടെ മുന്നിൽ ഡബിൾ പ്ലേ ആവേണ്ടത്. എനിക്കിപ്പോ ഒരു വാശിയാ ഗൗതം. ഈ വീട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കണം. അമ്മു ഐശ്വര്യ ദേവതയല്ലെന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണം. അവളിലുള്ള വിശ്വാസം തകരണം. അത് മംഗലശ്ശേരിയിൽ മാത്രം പോരാ. വരാൻ പോകുന്ന പല പ്രോജക്റ്റുകളും മുടങ്ങണം. തിരിച്ചടികൾ ഒന്നിനു പുറകെ ഒന്നായി പരമ്പര പോലെ വരണം. കമ്പനിയെ ഒറ്റുകൊടുക്കാനും ഞാൻ തയ്യാറാ. അത്രമാത്രം എന്റെ മനസ്സ് പുകഞ്ഞ് കത്തുക. ഗൗതത്തിനറിയോ, കമ്പനിക്കൊരു പോറൽ പോലും വരരുതെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ. നീ അതിന് തയ്യാറാണെങ്കിൽ ഒരവസരം ഒത്തു വന്നിട്ടുണ്ട്. ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. മംഗലശ്ശേരി ഗ്രൂപ്പിനു മുകളിൽ കരിനിഴൽ വീഴ്ത്താൻ പാകത്തിന് ഒരു കാർമേഘം പടർന്നു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ നീക്കത്തിന് പിന്നിൽ മത്സരമാണോ പ്രതികാരമാണോ എന്ന് വ്യക്തമല്ല. അത് ആരാ ഗൗതം? ഞാൻ പറഞ്ഞില്ലേ, കൂടുതലായിട്ട് എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇരുട്ടിൽ മുഖം തപ്പുന്നത് പോലെയാ പലരും. അടക്കം പറഞ്ഞു കേട്ടത് ഒരു സ്ത്രീയുടെ പേരാ. സ്ത്രീയോ? അതെ, മുംബൈക്കാരിയെന്നാ എനിക്ക് കിട്ടിയ വിവരം. അവർക്ക് കേരളത്തിൽ ബിസിനസ്സുകളൊന്നുമില്ല. അറിഞ്ഞത് വെച്ച് പവർഫുൾ ലേഡിയാ. എന്നിട്ടും എന്തിനവർ ഇവിടെ വിലയെറിയണം? അവരുടെ പേര് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ദക്ഷ. പക്ഷെ അങ്ങനെ ഒരു പേര് സെർച്ച് ചെയ്തിട്ട് കണ്ടെത്താനായില്ല. ദക്ഷ.